എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് മെയ് മാസം 21 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ അനൗൺസ്മെന്റ് ചെയ്യും. റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. ഡിഗ്രി അഡ്മിഷൻ ഉടൻ ആരംഭിക്കും. ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നവർ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള നിരവധി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. പ്ലസ് ടു പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് മെയ് മാസം 21 പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സാർ അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അത് നിരവധി വിദ്യാർത്ഥികൾ ഒരുപാട് പേർ പ്ലസ് ടു തോക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിരവധി വിദ്യാർത്ഥികൾ ആശങ്കയോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ നോക്കുമ്പോൾ പ്ലസ് ടുവിൻ്റെ കെമിസ്ട്രി ഉൾപ്പെടെയുള്ള പരീക്ഷകൾ അധ്യാപകർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ, അധ്യാപകർക്ക് പോലും ഉത്തരം കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അത് വളരെ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് നിരവധി നമ്മൾ വാർത്തകളിലും മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ സപ്ലി വന്നു കഴിഞ്ഞാൽ ഡിഗ്രി പോലുള്ള അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടുമോ, അങ്ങനെയുള്ള അഡ്മിഷനും കാര്യങ്ങൾക്കൊക്കെ പോകാൻ സാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയം തന്നെയാണ്. അങ്ങനെ സപ്ലി വന്നു കഴിഞ്ഞാൽ ഈ സപ്ലികൾ എപ്പോഴാണ് എഴുതിയെടുക്കാൻ സാധിക്കുക? മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ സപ്ലി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂണിൽ പ്ലസ് ടു സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ ഡിഗ്രി അഡ്മിഷൻ ഉടൻ ആരംഭിക്കുക. കേരളത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റികളാണ് കേരള, കണ്ണൂർ, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ ഈ 4 യൂണിവേഴ്സിറ്റികൾ നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ടിന് ശേഷമാണ്, നിങ്ങളുടെ പ്ലസ് ടു റിസൾട്ടിന് ശേഷം ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഡിഗ്രി അഡ്മിഷൻ നടപടിക്രമങ്ങൾ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കും. നിങ്ങൾ പ്ലസ് വണ്ണിന് അപേക്ഷിച്ച പോലെ തന്നെ അപേക്ഷിക്കേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ഒരു വ്യത്യാസം മാത്രം, നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി പോകണമെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടേതായ ആപ്ലിക്കേഷൻ ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റി പോകണമെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടേതായ ആപ്ലിക്കേഷൻ ഉണ്ട്. MG യൂണിവേഴ്സിറ്റി പോകണമെങ്കിൽ അവരുടേതായ ആപ്ലിക്കേഷൻ ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോകണമെങ്കിൽ അവരുടേതായ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ ആപ്ലിക്കേഷൻ വിൻഡോയും ഓരോ അഡ്മിഷൻ നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾക്ക് പ്രവേശനം നേടണമെങ്കിൽ നിങ്ങൾക്ക് അതാത് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്, ഫീസ് അടച്ച്. ഇനി ഡിസ്റ്റൻസ് ആയി ഡിഗ്രി ചെയ്യുന്നവർ നിർബന്ധമായി ശ്രദ്ധിക്കുക. പല വിദ്യാർത്ഥികളും ഒരു കമൻറ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിച്ചൊരു സംശയം തന്നെയായിരുന്നു, എനിക്ക് ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ ചെയ്യാൻ, നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, പരീക്ഷ എങ്ങനെയാണ് നടക്കുക, അതിന് നോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ മാത്രമാണ് കോളേജിൽ പോകേണ്ടത്. നിങ്ങൾക്ക് പഠനം നടത്താണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസ് യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യും, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണോ ഇപ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിങ്ങൾ എടുക്കുന്നത്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, ആ സിലബസ് വെച്ച് നിങ്ങൾ തന്നെ നോട്ട് ഉണ്ടാക്കി നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ തന്നെ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ പഠിച്ച് പരീക്ഷ എഴുതാൻ മാത്രം, നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ മാത്രം യൂണിവേഴ്സിറ്റി അനുവദിക്കപ്പെടുന്ന കോളേജുകളിൽ നിങ്ങൾക്ക് പോയിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്ക് നോട്ടില്ല, ക്ലാസ് ഇല്ല, ഒന്നുമില്ല. സിലബസ് യൂണിവേഴ്സിറ്റി അയച്ചു തരും. ആ സിലബസ് നോക്കി നിങ്ങൾ തന്നെ നോട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതായത് അഡ്മിഷൻ നടപടികൾ ആരംഭിക്കുന്നവർക്ക് തീർച്ചയായും വിദ്യാർത്ഥികളിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ പ്ലസ് ടു പരീക്ഷാഫലം മെയ് മാസം 21 പ്രസിദ്ധീകരിക്കും. അപ്പോൾ എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം അതിനാണ് ഡിഗ്രി അഡ്മിഷൻ ആരംഭിക്കുക. പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റികൾ ഡിഗ്രി അഡ്മിഷൻ ആരംഭിക്കുക. ഡിഗ്രി അഡ്മിഷൻ ആരംഭിക്കുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഈ ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും, ശേഷം ഡിഗ്രിയിലെ പരീക്ഷ കാര്യങ്ങൾ ഏത് ഒരു യൂണിവേഴ്സിറ്റിയിലായാലും
അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ മൈ നെയിം ഈസ് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.